ടു മൈ ചാനൽ. PSC പരീക്ഷയിൽ ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ഗായത്രി പിവാക്. ഓപ്ഷൻ എ ഗായത്രി പിവാക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. ഉത്തരം ഗായത്രി പിവാക്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ഡി ഗോവ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒഡീഷ. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഉത്തരം ഒഡീഷ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? ഓപ്ഷൻ എ ഡി ഗുകേഷ് ഡി, ഓപ്ഷൻ ബി മനു ഭാക്കർ, ഓപ്ഷൻ സി ഹർമൻപ്രീത് സിംഗ്, ഓപ്ഷൻ ഡി സുഖജിത് സിംഗ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി സുഖജിത് സിംഗ്. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത്. ഉത്തരം സുഖജിത് സിംഗ്. നേടിയത് ഗുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനാരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ഓപ്ഷൻ ബി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ സി ചീഫ് സെക്രട്ടറി, ഓപ്ഷൻ ഡി ധനകാര്യ വകുപ്പ് സെക്രട്ടറി. ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ SDX-01 ആൻഡ് SDX-02. അടുത്ത ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി സുനിത വില്യംസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് സുനിത വില്യംസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയിലെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. അടുത്ത ചോദ്യം, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. ശരിയായത് നോക്കാം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലം പാമ്പൻ പാലമാണ്. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലമിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.8 കിലോമീറ്റർ നീളവുമുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 2025 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 100 ജില്ലകൾ. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. അടുത്തത്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഉത്തരം വന്നത് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഇത്ര ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളാണ്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.